മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ ടോപ്പ് ഗിയറിലിടുകയാണ് കേട്ടോ. ടൗൺഷിപ്പ് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകും. പദ്ധതിയുടെ നിർമ്മാണ ചുമതല കിഫ്ബിക്ക് കൈമാറാനാണ് സാധ്യത. സഹായം വാഗ്ദാനം ചെയ്ത വിവിധ സംഘടനാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. ചർച്ചയിൽ കർണാടക സർക്കാരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. ആർ റോഷിപ്പാൽ ചേരുന്നു ഈ വാർത്തയുമായി. ആർ റോഷിപ്പാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷിപ്പാൽ. ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. നമ്മൾ ഇന്നത്തെ ഈ രാവിലെ ഇതുവരെ ഈ മണിക്കൂർ വരെ സന്തോഷകരമായ വാർത്തകൾ മാത്രമാണ് പങ്കുവച്ചത്. വിഷ്ണുവിന്റെ തിരിച്ചുവരവ് സിനോജ് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇതാ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുങ്ങാൻ പോകുന്നു, അവരുടെ പുനരധിവാസം വേഗത്തിലാക്കാൻ പോകുന്നുവെന്ന മറ്റൊരു ശുഭവാർത്ത റോഷിപ്പാൽ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി റോഷിപ്പാൽ, നവവത്സരാശംസകൾ. വാർത്ത പങ്കുവയ്ക്കും. താങ്ക് യു. സെയിം ടു യു ഡോക്ടർ അരുൺകുമാർ. ഒന്ന്, ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പുനരധിവാസം അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന താല്പര്യമാണ് സംസ്ഥാനത്തിനുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ രൂപരേഖ അത് മന്ത്രിസഭായോഗം, പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ച് അത് വളരെ വിശദമായി ചർച്ച ചെയ്തു. പിന്നീട് കഴിഞ്ഞ ഒരു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും ഈ പുനരധിവാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകും. പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, സെക്രട്ടേറിയറ്റിൽ ഈ സഹായം വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികൾ, സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ന് പങ്കെടുക്കുന്നത് കർണാടക സംസ്ഥാനത്തിന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിനിധികളാണ്. 50 വീടുകളിൽ കൂടുതൽ നിർമ്മിച്ചു നൽകാം എന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. എങ്ങനെയാണ് ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച ആകും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുക. സർക്കാർ തീരുമാനിച്ച കാര്യം വളരെ വിശദമായി കാര്യങ്ങൾ ധരിപ്പിക്കും. ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും. അതിന്റെ ഒരു സമയക്രമം ഉണ്ടാവും. ആ സമയക്രമത്തിനകം നിർമ്മിച്ചു നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതി പച്ചക്കൊടി കാണിച്ചതോടെയാണ് അതിവേഗത്തിൽ തന്നെ പുനരധിവാസം പൂർത്തിയാക്കാനുള്ള ഒരു ധൈര്യം സർക്കാരിന് ലഭിച്ചത്. അല്ലെങ്കിൽ നിയമക്കുരുക്കിൽ ഈ പുനരധിവാസം അവിടെ കുടുങ്ങിക്കിടന്നേനെ. ഏതായാലും ഇനി അങ്ങോട്ട് വലിയ പിന്തുണയോടെ, സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും പിന്തുണയോടെ കൂടെ പുനരധിവാസം നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. ഓക്കെ, താങ്ക് യു. റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ റോഷിപ്പാൽ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാവുകയാണ്. ഇന്നിപ്പോൾ സ്പോൺസർമാരുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. സ്പോൺസർമാർ അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. 100ഓളം വീടുകൾ കർണാടക സർക്കാർ വെച്ച് നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധിയും പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈയെ ഒരു മാതൃകാ പുനരധിവാസ പദ്ധതിയായി മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ.